ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. യോഗ നടപടികൾ ആരംഭിക്കുന്നു. സാന്ദ്രമായ ഈ ശുഭസായാഹ്നത്തിന് സാക്ഷികളാകാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സംഗീത സ്നേഹികളെയും ഗാനരചയിതാവും ഗായകനുമായ ശ്രീ അജയ് വെള്ളരിപ്പുണയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യ ഗ്രാമീണ ഗാനങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. അതോടൊപ്പം കണിക്കുന്നയും കണിവെള്ളരിയും നിലവിളക്കും വിഷുക്കണിയും വിഷുക്കൈനീട്ടവും എല്ലാം ഒന്നു ചേരുന്ന സമൃദ്ധിയുടെയും മഞ്ഞ നിറവും പകർന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മറ്റൊരു വിഷുദിനം കൂടി ഏപ്രിൽ 14 കടന്നു വരികയാണ്. നമുക്ക് ഏവർക്കും നിറഞ്ഞ സന്തോഷത്തോടെ വിഷുദിനത്തെ വരവേൽക്കാം. എല്ലാവർക്കും മുൻകൂറായി വിഷുദിന ആശംസകളോടെ നിങ്ങൾ ഓരോരുത്തരുടെയും അനുഗ്രഹാശംസകളോടെ യോഗ നടപടികളിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. പ്രതികൂല കാലാവസ്ഥകൾക്കിടയിലും ദൈവാനുഗ്രഹം പോലെ ഇന്നും നമുക്ക് നല്ലൊരു സന്ധ്യ അനുഗ്രഹിച്ച് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സദസ്യർ ഓരോരുത്തരെയും അവരാണ് സദസ്സാണ് നമ്മുടെ ഏത് പരിപാടിയുടെയും വിജയം. ഇനി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ തെക്കൻ സ്റ്റാർ ബാദുഷാവകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനായ ശ്രീ കാലുവട്ടം ശ്രീധരൻ സാറുകൾ വേദിയിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി എല്ലാവരെയും പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് സമയമാകും. കാര്യം ഇവിടെ ഒരുപാട് നല്ല ഗാനങ്ങൾ ആലപിക്കാനുള്ളതുകൊണ്ട് സ്വാഗതപ്രാസംഗം തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇരിക്കുന്ന എല്ലാവരും പ്രേമനസ്യ സുഹൃത്ത് സമിതിയുടെ ആദരണീയരായ മെമ്പർമാരും അതുപോലെ തന്നെ മുഖ്യ രക്ഷാധികാരികളും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കാര്യം പ്രേമനസ്യ സുഹൃത്ത് സമിതിയിൽ കൂടെ തന്നെ വന്ന ശ്രീ അജയ് വെള്ളരിപ്പുണ കഴിഞ്ഞ ഒരു വർഷക്കാലമായി വ്യത്യസ്തമായ ഓരോ രംഗങ്ങളെയും ഓരോ സ്വഭാവങ്ങളെയും കണക്ക് കൂട്ടിക്കൊണ്ട് ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായ ഒരു ഗാനസന്ധ്യയാണ് ഈ തലസ്ഥാന നഗരിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നടത്തുന്നത് ഗ്രാമീണ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗാനങ്ങളാണ്. കുറേ ഗാനങ്ങൾ ഇവിടെ ആലപിച്ചു. വളരെ മനോഹരമായ ഗാനങ്ങളാണ്. കാരണം നാം കേട്ട് കഴിപ്പിച്ചു പോയ ഇന്നത്തെ അടിപൊളി ഗാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാതുകളിൽ വളരെ നീമപേറുന്ന സ്വരമാധുരിയോടുകൂടി നമ്മുടെ ഗായകർ ആലപിച്ചു. ഇനിയും നല്ല ഗാനങ്ങൾ ഇവിടെ ആലപിക്കാനുണ്ട്. ആ ഗാനങ്ങൾ കേൾക്കുവാനാണ് നാം ഒക്കെ കാത്തിരിക്കുന്നത്. ഇവിടെ പ്രസംഗിക്കാനും ഒരുപാട് ആളുകളുണ്ട്. പ്രസംഗം ഒരു അരോചകമാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും സന്തോഷമേറിയ ഒരു ദിവസമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിലേറെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ യശോദാ ശബ്ദതരംഗം എന്ന് പറയുന്ന ഒരു സൗണ്ട് സിസ്റ്റം ശ്രീ അജയ് വെള്ളരിപ്പുണയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മുതൽ അദ്ദേഹത്തിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൽ തന്നെ ഈ പരിപാടി നടത്തി വരുന്നുണ്ട്. വളരെ സന്തോഷകരമാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ ആ കുടുംബം പോകുമ്പോൾ സ്വന്തം പ്രയത്നത്താൽ തന്നെ സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുവാനും ഒരുപാട് കലാകാരന്മാരെ ഈ വേദിയിൽ കൊണ്ടുവന്ന് അവരുടെ ഗാനങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കുവാനൊക്കെ അവസരം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സംഗീത കലാകാരൻ്റെ
ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് ഇവിടെ അജയ് വെള്ളരിപ്പണ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അജയ് വെള്ളരിപ്പണയെ അഭിനന്ദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനവുമായി കഴിഞ്ഞ ഒരു വർഷക്കാലം വിവിധ വേദികളിൽ പങ്കെടുക്കുമ്പോൾ ആ പ്രസ്ഥാനത്തെ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് കൈകൊടുക്കാതെ ഈ പ്രസ്ഥാനത്തിനെ എത്രത്തോളം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, തൻ്റെ കൂടെ നിൽക്കുന്ന തൻ്റെ സഹപ്രവർത്തകരുടെ ഗായകർക്ക് അർഹമായ സ്ഥാനം കൊടുക്കുവാൻ എത്രത്തോളം സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടേതായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഇവിടെ രണ്ട് കൈയിൽ നീട്ടി പരിപാടി നടത്തുന്ന ആളുകളുണ്ട്. വലത് കൈയും ഇടത് കൈയും കൊണ്ട് ഒരു സംഘടനയിൽ നിന്ന് മറ്റൊരു സംഘടനയിലേക്ക് പോയി, അതിൽ നിന്ന് മറ്റൊരു സംഘടനയിലേക്ക് പോയി. അത്തരത്തിൽ പരിപാടി നടത്തുമ്പോൾ ഇന്നത്തെ കലാകാരന്മാരെ, ഇന്നത്തെ സാഹിത്യരചന, ഇന്നത്തെ കലാസംഘടനകളെ അതൊരു മുഷിവേറിയ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ പാടാൻ വരുന്നവരായാലും ആദരിക്കപ്പെടുന്നവരായാലും വിശിഷ്ടാതിഥികളായാലും അതിനൊരു മഹിമ കൊടുക്കണം എന്നൊരു കർശന നിലപാടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇവിടെ അജയ് വെള്ളരിപ്പണ നടത്തുന്ന ഈ പരിപാടി അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലവും മുടങ്ങാതെ ഈ സായം സന്ധികളിൽ തലസ്ഥാന നഗരിയിലെ കലാകാരന്മാരെ പുറത്തിറക്കിക്കൊണ്ട് നിങ്ങളിപ്പോഴുള്ള ആസ്വാദനത്തിന് നല്ല നല്ല ഗാനങ്ങൾ സമർപ്പിക്കുവാനായി പ്രിയപ്പെട്ട അജയ് വെള്ളരിപ്പണയും അദ്ദേഹത്തിൻ്റെ സംഘവും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും അഹോരാത്രം പ്രയത്നിക്കുന്നു. പ്രേംനസീർ സുഹൃത്ത് അദ്ദേഹത്തിന് മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് ആ പടം സംവിധാനം ചെയ്ത ജോളി മാസാറുണ്ട്. സന്തോഷമുള്ള ചെറുപ്പക്കാരൻ അതിലൂടെ ഒരുപാട് ഗാനങ്ങൾ ലഭിച്ചു, ഒരുപാട് ആൽബങ്ങൾ കഴിഞ്ഞു, ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇന്ന് ഏത് നിലയിൽ നോക്കിയാലും അജയ് വെള്ളരിപ്പണ കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭ വ്യക്തി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു സംഗീത സഭയെ കൂടെ എടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. പ്രിയപ്പെട്ട യേശുദാസ് എന്ന് പറയുന്ന ഒരു മഹഗായകനെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും അങ്ങനെയായി തരകേശ്വരിയിൽ കൂടെ വന്നുകൊണ്ട് ആ സംഗീത കുടുംബത്തിൻ്റെ പിൻതലമുറക്കാരായിരുന്നതുകൊണ്ട് കഷ്ടപ്പാടുകളുടെയും സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇത്തരത്തിലൊരു ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് വളരെ ചാർത്താർത്ഥമാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആ സംഗീതത്തെ കൈവിടാതെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും കൊച്ചു കുട്ടികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുവാനാണ് ശ്രീ അജയ് വെള്ളരിപ്പണയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരും പരിശ്രമിക്കുന്നതിൽ സന്തോഷമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വൈകികളിൽ ഇത്രയും പ്രഗത്ഭ വ്യക്തികളെ അജയ് വെള്ളരിപ്പണ ഒരു സ്റ്റേജിൽ കൊണ്ടുവരുന്നത്. പലപ്പോഴും ഞാൻ അജയ് വെള്ളരിപ്പണയെ പരാതി പറയാറുണ്ട്. കാര്യം നമ്മൾ ഗാനങ്ങൾ ആസ്വദിക്കുവാനാണ് ആളുകൾ എത്താറുള്ളത്. 2 മണിക്കൂറൊക്കെ പ്രസംഗത്തിന് പോകുമ്പോൾ ആ ഗാനത്തിന് ഒരു പ്രസക്തിയില്ലാതായിരിക്കും. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്യം ഒരാളെ വിളിച്ച് അടുത്തൊരു പരിപാടി കൂടി ആളെ വിളിച്ചില്ലെങ്കിൽ അജയ് വെള്ളരിപ്പണയ്ക്ക് രാത്രി ഉറക്കം വരില്ല എന്നാണ് പറയുന്നത്. കാര്യം മനസ്സിനകത്തൊരു വിഷമമാണ്. അതുകൊണ്ടാണ് ഓരോ പരിപാടിയും ഇന്നത്തെ പരിപാടിയിൽ തന്നെ അടുത്ത മാസം ഞങ്ങളെപ്പോലുള്ളവരേക്ക് വിളിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കടമയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഗ്രാമീണ ഗാനങ്ങൾ എന്ന് പറയുന്ന ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചതിൽ നിങ്ങളെല്ലാവരെയും ആ ഗാനങ്ങൾ കേൾപ്പിക്കുവാനും ആസ്വാദകരെ കൊണ്ടെത്തിക്കുവാനും കഴിയുന്ന അജയ് വെള്ളരിപ്പണയ്ക്ക് സംഘത്തിനും ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഗുരുനാഥന്മാർക്കും, പ്രിയപ്പെട്ട സഹോദര ജ്യേഷ്ഠന്മാർക്കെല്ലാം, പ്രിയപ്പെട്ട ഈ ആസ്വാദകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രേംനസീർ സുഹൃത്ത് പേരിൽ നന്ദിയും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഏറെ ആദരണീയനായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. വേദിയിലേക്ക് ഈ സാംസ്കാരിക യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന ഞാനിനി ഇവിടെ ഇരിക്കുന്ന വഞ്ചൂർ പ്രവീൺകുമാർ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേര് എടുത്ത് പറയണമെന്ന് ആരും നിർബന്ധിക്കില്ല എന്നെനിക്കറിയാം. കാരണം പ്രഗത്ഭരായ ആളുകളാണ്, വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ശ്രീ സുലൈമാൻ സാറ് എല്ലാവരെയും പരിചയപ്പെടുത്തി. എന്നാലും വ്യക്തിപരമായിട്ടുള്ള ചില വൈശിഷ്ട്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അജയ് വെള്ളരിപ്പണ എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന സൗഹൃദം, സാഹോദര്യം എന്നൊക്കെ പറയാവുന്ന, കുടുംബ സൗഹൃദം എന്നൊക്കെ പറയാവുന്ന
സംശുദ്ധമായ മനസ്സിൻ്റെ ഉടമ എന്നുമൊക്കെ വിശേഷിപ്പിക്കാവുന്ന വിശാലമായ ഹൃദയത്തിൻ്റെ ഉടമയായി നിൽക്കുന്ന അജയ് വെള്ളരിപ്പ ഇവിടെ ഇങ്ങനെ ഗ്രാമീണ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തെ ഉണർത്തിയ സിനിമാ ഗാനങ്ങൾ തന്നെയാണ് ഞാനും ഗോപൻ ശാസ്ത്രങ്ങളുടെ കൂടെ ഇന്ന് സംസാരിക്കുകയായിരുന്നു. അജയ് വെള്ളരിപ്പണിയുടെ 8 ഗാനങ്ങൾ യേശുദാസ് പാടിയിട്ടുള്ളത്. സോമൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് പല പ്രാവശ്യം. ആ ഒരു പാരമ്പര്യം യേശുദാസുമായി വളരെ അഭേദ്യമായ ബന്ധമെന്നൊക്കെ നമ്മൾ പറയുന്നത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് സോമൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ മകനായി തന്നെ അദ്ദേഹമായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുക. അദ്ദേഹം ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. ആ തരംഗിണി എന്ന് പറയുന്ന സ്ഥാപനത്തെ തരംഗം സൃഷ്ടിക്കുന്ന രീതിയിൽ കേരളത്തിലും വിദേശത്തും ഒക്കെ തന്നെ വ്യാപരിക്കുന്നതിന് കർമ്മം കൊണ്ട് ജീവിതം സഫലമാക്കിയതായിരുന്നു സോമൻ മാസ്റ്റർ. ഞാൻ അജയ് വെള്ളരിപ്പണിയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം ഗാനരചയിതാവാണ്, സംഗീതജ്ഞനാണ്, ഗായകനാണ്, സംഘാടകനാണ്. ഇവിടെ വ്യക്തിത്വങ്ങൾ അനിൽ പീറ്റർ ഉൾപ്പെടെ, ജോളി മാസ് ഉൾപ്പെടെ, അജയ് തുണ്ടത്തിൽ ഉൾപ്പെടെ, ഞാൻ പേര് പറയുകയാണെങ്കിൽ എല്ലാം ഉൾപ്പെടെ പറയാം, ശാസ്ത്രമംഗലം ഉൾപ്പെടെ എല്ലാവരുടെയും പേര് പറയേണ്ടതാണ്. പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ ഒരു 4-5 പാട്ടുകൾ കേട്ടിട്ടുള്ളവർക്കറിയാം. സിനിമയിൽ പാടിയിട്ടുള്ള പാട്ടിനേക്കാൾ കൂടുതൽ ഭാവോജ്വലമായിട്ട് എന്നേ ഞാൻ പറയും, മോശമായിട്ടില്ല, അതിൻ്റെ മുകളിൽ നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പാടിയപ്പോൾ സത്യം പറയാം, ഹിന്ദി പാട്ടുകൾ ഉൾപ്പെടെ മലയാളം പാട്ടുകൾ ഉൾപ്പെടെ നമ്മളെ ഉണർത്തുകയായിരുന്നു. ഞാൻ നേരത്തെ വന്നത് ജനസാറിന് അറിയാം. ഞാൻ നേരത്തെ വന്നതിൻ്റെ കാര്യം അതാണ്. വഞ്ചൂർ പ്രവീൺ കുമാർ നമുക്കറിയാം, സംഗീത നാടക അക്കാദമിയുടെ കഥാപ്രസംഗത്തിനുള്ള സംസ്ഥാന പുരസ്കാരം വാങ്ങിയ ആളാണ്. പക്ഷേ കഥാപ്രസംഗം ഇപ്പോഴും വേദിയിൽ അവതരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം പാടുമ്പോൾ ഞാൻ ഇപ്പോൾ 2 ആഴ്ച മുമ്പ് കാര്യവട്ടം ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം ഞാൻ മുമ്പ് ഇരുന്നിങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ സംഗീതം നന്നായി ഉപയോഗിക്കാൻ കഴിവുള്ള ആർക്ക്, സുലൈമാൻ സാറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മി ഇവിടെ ഇപ്പോൾ, അതിനെ സ്നേഹിക്കുന്ന ആർക്കും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ വളരെ സാന്നിധ്യം തരുന്ന. ഞാൻ ദീർഘിച്ച് ഒന്നും പറയുന്നില്ല, കാരണം ഇവിടെ പാട്ടാണ് നമുക്ക് പ്രധാനം. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ പെട്ടെന്ന് പ്രശ്നം. ഇവിടെ പാടിക്കേട്ട പാട്ടുകളും ഇനി വരുന്ന പാട്ടുകളും തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മനസ്സ് ഗ്രാമ്യമാണ്. ഗ്രാമത്തിൽ ജനിച്ച് വളർന്നവരാണ് നമ്മൾ. ആ ഒരു സംസ്കൃതിയാണ് നമുക്കുള്ളത്. ഇവിടെ ഇരിക്കുന്ന സംഗീതജ്ഞരൊക്കെ തന്നെ വളരെ ഗ്രാമ്യമായ സംഗീത ശൈലിയിൽ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളവരാണ്. പാടിയിട്ടുള്ള ഗായകരാണ്. രാധികയിലൂടെ നന്നായി പാടിയിട്ടുള്ള ഗായകരാണ്. ലക്ഷ്മിയൊക്കെ ചെറുതിലേ എനിക്കറിയാം, അല്ലേ? സുഗതയുടെ സംഘാടകയായിരിക്കും. അപ്പം ഞാൻ ഈ ആരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ധന്യമായ സംഗീതം ആത്മാവിൻ സൗഗന്ധികം എന്നാണ് നമ്മൾ, അത് അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്, സംഗീതം ആത്മാവിൻ സൗഗന്ധികം. മനസ്സിൽ സംഗീതം ആസ്വദിക്കാൻ കഴിയാത്തവർക്ക് തീർച്ചയായിട്ടും മനുഷ്യനെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. അവർ സ്വാർത്ഥരായിരിക്കും. സംഗീതം വ്യക്തികളെയും സമൂഹത്തെയും പ്രസ്ഥാനങ്ങളെയും രാജ്യത്തെയും ഒരുമിച്ച് ചേർക്കുക. ഒരു രാജ്യത്തിൻ്റെ സംഗീതം മാത്രമല്ല ഇവിടെ നിൽക്കുന്ന, പല രാജ്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആഗോള വ്യാപകമായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം സംഗീതത്തിൽപ്പെടുന്നതാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലും ഹൃദയമിടിപ്പിലും നടത്തയിലും നോട്ടത്തിലും ആംഗ്യങ്ങളിലും ചലനങ്ങളിലും എല്ലാം താളമുണ്ട്. സംഗീതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള താളമുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ സംഗീതമില്ലാതെ ഈ ലോകത്തൊന്നുമില്ല. ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ തമ്മിൽ സ്പർശിക്കുമ്പോഴുണ്ടാകുന്ന ആ മർമ്മരം പോലും നിങ്ങൾക്കറിയാതെ സംഗീതമാണ്. പ്രകൃതിയിൽ നിന്നാണ് ആദ്യ സംഗീതം ഉണ്ടായത് എന്ന് നിങ്ങൾ ഞാൻ പഠിച്ചിരിക്കുന്നു. ചിലർ പറയും ആദ്യം ഉണ്ടായത് അല്ലേ ഓടക്കുഴലാണ് എന്നത്. മുളകൾ തമ്മിൽ ഉരസി, ഈ മുളകളിൽ വണ്ടുകൾ സുഷിരങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ എണ്ണം തികഞ്ഞപ്പോൾ അതിന് സംഗീതമുണ്ടായി, സപ്തസ്വരങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് വെറുതെയല്ല. അതൊക്കെ ഗവേഷണ രുചിയോടെ കണ്ടുപിടിച്ച
ചരിത്രാതീത കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള, ഈ പ്രകൃതി ഉണ്ടായ കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ദീർഘമായി ഒന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു സന്ദർഭം ഒത്തിരി പേര് പറഞ്ഞു. സംഗീതം ആസ്വദിക്കാൻ കഴിവുള്ളവരാണ് കൂടുതൽ, അല്ലാത്തവരാരും അങ്ങനെ സംഗീതം ആസ്വദിക്കുവാനുള്ള ഈ ഒരു വേദി എനിക്കറിയാം. തെക്കച്ചാർ ബാദുഷയും മണക്കാട് രാമചന്ദ്രനും നമ്മുടെ ഷാജഹാൻ ഒക്കെ ചേർന്ന് ഇവിടെ തിരുവനന്തപുരത്ത് ഒത്തിരി സാംസ്കാരിക പരിപാടികൾ നടത്തുന്നുണ്ട്. ആരും ചെയ്യാത്ത രീതിയിൽ എത്ര കലാകാരന്മാരാണ്, എത്ര ഗായകരെയാണ്, എത്ര സംഗീതജ്ഞരാണ്, എത്ര അഭിനേതാക്കളെയാണ്, എത്ര സാഹിത്യകാരന്മാരെയാണ് അവർ ഇങ്ങനെ അറിയപ്പെടാതെ കിടന്ന ഗർത്തങ്ങളിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ കൊണ്ടുവന്നത്. അതൊക്കെ ഓരോ അവതാരമാണ്. ഈ കാലഘട്ടത്തിൻ്റെ അവതാരങ്ങളായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കാണുന്നത്. വെള്ളത്തിപ്പണി അങ്ങനെ തന്നെയാണ്. കാരണം അങ്ങനെ നല്ല മനസ്സുള്ളവർക്ക് അതൊക്കെ തോന്നും. അല്ലെങ്കിൽ അറിയപ്പെടാതിരിക്കുന്ന കലാകാരന്മാരൊക്കെ ഗായകരെയൊക്കെ കൊണ്ടുവരുവാൻ വേദിയിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ആ ഒരു ധന്യത ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും അതുകൊണ്ടാണ് ഈ വേദി സമ്പന്നമായി. ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഞാനൊരു കൊച്ചു നാടൻ ഗ്രാമീണ പാട്ടുകൾ അവതരിപ്പിക്കുന്ന വേദികൾ കൊച്ചു നാടൻ പാട്ട് ഞാൻ എഴുതിയ 40 കൊല്ലം മുമ്പ് എൻ്റെ പ്രിയ സഹോദരൻ മജൂർ പ്രവീൺ കുമാറിൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ വേദിയിൽ ചൊല്ലിയിട്ടുള്ള ഒരു കവിതയാണ്. അതൊരു 3 മിനിറ്റ് കൊണ്ട് ചൊല്ലി ഞാൻ അവസാനിപ്പിക്കാം. പെണ്ണ് എന്നാണ് എനിക്ക് കേൾക്കുന്നത്. പെണ്ണ്. ഈ കവിത ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഏവരുടെയും ധന്യമായ മനസ്സിൻ്റെ അനുവാദത്തോടെ, അംഗീകാരത്തോടെ, ആശീർവാദത്തോടെ, പ്രത്യേകിച്ച് അജയ് വെള്ളരിപ്പണ എന്നെ ഇതിനെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കവിതയോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാ ഗായകർക്കും ആശംസകൾ. അനുഗ്രഹീതരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗായകർക്കും ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ എല്ലാവരുടെയും പാട്ട് ഞാൻ കേൾക്കുന്നു. ആരുടെ പാട്ടും കേൾക്കാതെ ഈ വേദി മാത്രമല്ല പല വേദികളിൽ ഞാൻ മുമ്പിൽ ഇരുന്ന് കേട്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം, എനിക്ക് വിശ്വാസമുണ്ട്. ഈ പരിപാടി ഈ കവിത ചൊല്ലി ഉദ്ഘാടനം ചെയ്യും. നാലും കൂട്ടി മോറുക്കടി പെണ്ണേ, നാലാളു കാണക്കത്തുപ്പടി പെണ്ണെ. നാലും കൂട്ടി മോറുക്കടി പെണ്ണേ, നാലാളു കാണക്കത്തുപ്പടി പെണ്ണെ. നാടിനേടുകേ ഓടടി പെണ്ണേ, നാടൻ കോലം പോലാടടി പെണ്ണെ. നാടിനേടുകേ ഓടടി പെണ്ണേ, നാടൻ കോലം പോലാടടി പെണ്ണെ. നാലും കൂട്ടി മോറുക്കടി പെണ്ണെ, നാലാളു കാണക്കത്തുപ്പടി പെണ്ണെ. നാലും കൂട്ടി മോറുക്കടി പെണ്ണെ, നാലാളു കാണക്കത്തുപ്പടി പെണ്ണെ. നാടിനേടുകേ ഓടടി പെണ്ണെ, നാടൻ കോലം പോലാടടി പെണ്ണെ. നാടിനേടുകേ ഓടടി പെണ്ണെ, നാടൻ കോലം പോലാടടി പെണ്ണെ. തമ്പ്രാൻ വരുന്നേ തമ്പിരാനാണേ, തമ്പ്രാൻ വരുന്നേ തമ്പിരാനാണേ. തമ്പൂരം കട്ടി ചെറുനിയനയുമ്പം ഐത്തമ്മറക്കണ തമ്പൂരാനാണേ. തമ്പൂരം കട്ടി ചെറുനിയനയുമ്പം ഐത്തമ്മറക്കണ തമ്പൂരാനാണ്. അത്തമ്പ്രാനെ കാണുമ്പോ താനേ നിൽക്കടി, തമ്പ്രാന്റെ കാലിനെ തട്ടിക്കൊണ്ടോടടി. തമ്പ്രാനെ കാണുമ്പോ താനേ നിൽക്കടി, തമ്പ്രാന്റെ കാലിനെ തട്ടിക്കൊണ്ടോടടി. തമ്പ്രാൻ തരികിട തലകുത്തി വീഴുമ്പോ തമ്പ്രാന്റെ മുതുകത്തു കാൽ വച്ചു തുപ്പടി. തമ്പ്രാൻ തരികിട തലകുത്തി വീഴുമ്പോ തമ്പ്രാന്റെ മുതുകത്തു കാൽ വച്ചു തുപ്പടി. തന്ത വരുന്നേ തമ്പിയാനാണേ, തന്ത വരുന്നേ തമ്പിയാനാണേ. തള്ളയെ ചൊല്ലി വഴക്കിട്ട തന്തിയൻ, തള്ളയെ തല്ലി കൊല ചെയ്ത തന്തിയൻ. തള്ളയെ ചൊല്ലി വഴക്കിട്ട തന്തിയൻ, തള്ളയെ തല്ലി കൊല ചെയ്ത തന്തിയ.
കണ്ടന്റെ തണ്ടുള്ള തന്തിയാൻ തണ്ടുള്ള അരിവാള് പൊക്കിയെടുത്ത് തമ്പ്രാനെ കണ്ടന്റെ തണ്ടുള്ള തന്തിയാൻ തണ്ടുള്ള അരിവാള് പൊക്കിയെടുത്ത് തള്ളയെ ചതി കൊണ്ട് കൊല്ലിച്ച തമ്പ്രാന്റെ ചന്തിയിലാഞ്ഞൊന്നു വെട്ടിക്കൊടുത്ത് തള്ളയെ ചതി കൊണ്ട് കൊല്ലിച്ച തമ്പ്രാന്റെ ചന്തിയിലാഞ്ഞൊന്നു വെട്ടിക്കൊടുത്തേ തമ്പീരാൻ പിട 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 പിടയ്ക്കണ് ചന്ദിരാനച്ഛന്റെ കയ്യോ വീരയ്ക്കണ് തമ്പീരാൻ പിട 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 പിടയ്ക്കണ് ചന്ദിരാനച്ഛന്റെ കയ്യോ വീരയ്ക്കണ് ചെഞ്ചോര തുപ്പിയ ചെറുമിയാലാണ് ചെമ്മാനം നോക്കിയ പെണ്ണു ചിരിക്കണ് ചെഞ്ചോര തുപ്പിയ ചെറുമിയാലാണ് ചെമ്മാനം നോക്കിയ പെണ്ണു ചിരിക്കണ് അച്ഛനെ തള്ളിക്കൊണ്ടപ്പനുണ്ടോടണ് അരിവാളുയർത്തിയാലറിക്കൊണ്ടോടണ് അച്ഛനെ തള്ളിക്കൊണ്ടപ്പനുണ്ടോടണ് അരിവാളുയർത്തിയാലറിക്കൊണ്ടോടണ് എന്നമ്മമാരെ ചതിച്ച തമ്പ്രാക്കന്മാർ എന്തിനു വാഴണ് എന്തിനു വാഴണ് എന്നമ്മമാരെ ചതിച്ച തമ്പ്രാക്കന്മാർ എന്തിനു വാഴണ് എന്തിനു വാഴണ് നാലും കുട്ടി മുറുക്കടി വണ്ണെ നാലാളു കാണക്കത്തുപ്പടി വണ്ണെ നാലും കുട്ടി മുറുക്കടി വണ്ണെ നാലാളു കാണക്കത്തുപ്പടി വണ്ണെ നാടിനെടുകെ ഓടടി പെണ്ണെ നാടൻ കോലം പോലാണടി പെണ്ണെ നാടിനെടുകെ ഓടടി പെണ്ണെ നാടൻ കോലം ആടടി പെണ്ണെ. എൻ്റെ മുന്നിൽ കവി കൊണ്ടുകൂടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പഴയ പാട്ടുകളോട് വല്ലാത്ത പ്രണയമാണ്. അതുകൊണ്ട് തന്നെ പഴയ പാട്ടുകൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂറോളം കേട്ടാണ് എൻ്റെ ഉറക്കത്തിലേക്ക് ഞാൻ വഴുതി വീഴുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2-3 മാസം മുമ്പ് ഞാൻ അജയ് മാഷുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഫിലിം സോങ്സ് ഇങ്ങനെ പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാം, ആഗ്രഹമുണ്ട്, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ആദ്യമായിട്ട് പെർഫോം ചെയ്യുകയാണ്. ഒരു കളറിങ്ങും കാണിക്കുന്നില്ല, എൻ്റെ പെർഫോമൻസ് ഒന്ന് കാണുക, അതിനകത്തുള്ള കുറവുകൾ സദയം ക്ഷമിച്ച് അടിയനെ അനുഗ്രഹിക്കണം എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യനായ ഉദ്ഘാടകൻ, എനിക്കേറെ പ്രിയമുള്ള എൻ്റെ കടുത്ത എതിരാളി കൂടിയായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ. എതിരാളി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആ എതിരാളിക്ക് അത്ര ഗൗരവമൊന്നും കൊടുക്കില്ല. കാരണം ഞാൻ എതിരാളി എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പാണ് ശ്രീകണ്ഠൻ താമസിക്കുന്നത്. അങ്ങനെയുള്ള എതിരാളി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ രീതിയിലുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് നേരത്തെ ശ്രീകണ്ഠനോട് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ നമ്പർ 1 എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സാംസ്കാരിക സംഘടനയായ പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ എല്ലാമായ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ശ്രീ ഡക്കൻ സ്റ്റാർ ബാദുഷ, പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ശ്രീ ജോണി മസ്, ചലച്ചിത്ര പിയാറോ, എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുകയും ഞാനൊരു അന്തരം പോലെ അങ്ങോട്ട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ശ്രീ അജയ് തുമ്പത്തി, വേദിയിലുള്ള ശ്രീ അബ്ദീൻ സാർ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി
ഗായകന്മാർ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ നിന്നാൽ ഇന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത്രത്തോളം ആളുകൾ, അത്രത്തോളം കലാപ്രതിഭകളെ കൊണ്ട് സമ്പന്നമാണ് ഈ വേദി. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്നെല്ലാവരും പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഭാരത് ഭവനിൽ വന്നാൽ ഒരു വേദിയും കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയാൻ കാരണം. ഞാനിതിലെ എന്നെ ക്ഷണിക്കപ്പെട്ട അതിഥിയുമാണ് ഞാൻ. ഇന്നലെയുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അജയ് എന്നോട് പറഞ്ഞത് എല്ലാ പ്രാവശ്യവും ഇതിന് ഇൻഡിവിഷ്വലായി. ഇന്നലെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു നാളെ സമയമുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങണം. അങ്ങനെ ഞാൻ 5-6 ഗാനങ്ങൾ കേൾക്കാം. വിനയചന്ദ്രൻ്റെ പാട്ട് കേൾക്കാം, ലക്ഷ്മിയുടെ പാട്ട് കേൾക്കാം, നമ്മുടെ സ്വാമിൻ്റെ പാട്ട് കേൾക്കാം. അപ്പം അങ്ങനെ ചന്ദ്രശേഖർ സാറിൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഈ പ്രായത്തിലും അതിമനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന, ഗാനത്തെ ഇത്രത്തോളം, സംഗീതത്തെ ഇത്രത്തോളം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് ശ്രീ ചന്ദ്രശേഖർ സാർ. അദ്ദേഹം ഇവിടെ നടത്തുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സംഗീതം നമുക്ക് ദൈവമായി തരുന്ന ഒരു വരദാനമാണ്. സംഗീതത്തിൻ്റെ അനന്തമായ സാധ്യതകൾ നമ്മൾ പല തരത്തിൽ മനസ്സിലാക്കാം. മ്യൂസിക് തെറാപ്പി വരെ ഉണ്ട്. ഇപ്പോൾ അല്ല, കുറച്ചു കാലം കിട്ടും. രോഗബാധിതരായ ആളുകളെ മ്യൂസിക് തെറാപ്പിയിലൂടെ രോഗവിമുക്തി നേടുവാനുള്ള അവസരങ്ങൾ പോലും ഇപ്പോൾ സംഗീതത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ സംഗീതത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമയത്താണ് അജയ് വെള്ളരിപ്പണ എന്ന് പറയുന്ന ശുദ്ധനായ, അത് ഞാൻ അടിവരയിടുകയാണ്, പരമശുദ്ധനായ ഗായകൻ ഗാനങ്ങളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, വളരെ വിനയാന്വിതനായി എല്ലാവരോടും പെരുമാറാൻ അറിയുന്ന സത്യസന്ധനായ അജയ് വെള്ളരിപ്പണ പ്രതിമാസം ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അറിയപ്പെടാത്ത ഗായകന്മാരെയും ഗായികമാരെയും എല്ലാവരും പ്രശസ്തിയുടെ പടവുകൾ കയറുമ്പോൾ അവരുടെ പിന്നാലെ ഒരുപാട് ആളുകൾ പോകും. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി അജയ് വെള്ളരിപ്പണ ഗായകന്മാരെയും ഗായികന്മാരെയും സംഗീതപ്രേമികളെയും വേദിയിൽ അണിനിരത്തിക്കൊണ്ട് എല്ലാ മാസവും ഒരു പരിപാടികൾ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഗീതത്തിലൂടെ ജീവിതത്തെ സ്നേഹിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. എത്ര മനോവിഷമമുണ്ടെങ്കിലും അതിസുന്ദരമായ ഒരു ഗാനം കേട്ടാൽ നമ്മുടെ മനസ്സിൻ്റെ സങ്കടം കുറച്ച് സമയത്തേക്ക് നമ്മൾ മാറി. ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിലൂടെയും നമ്മുടെ ഈ മൊബൈൽ ഫോണിലൂടെയൊക്കെ ആവശ്യം പോലെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. നമ്മുടെ അപ്പോഴത്തെ മാനസിക അവസ്ഥ എന്താണോ അതിനനുസരിച്ച് ഹാപ്പി സോങ് വേണമെങ്കിൽ റെഡി, ഒരു ശോകഗാനമാണ് കേൾക്കണമെങ്കിൽ അതും റെഡി, നാടൻ പാട്ട് വേണമെങ്കിൽ അതും റെഡി. അപ്പോൾ സംഗീതം മനുഷ്യൻ്റെ ജീവിതവുമായി ഇഴചേർന്ന് കിടക്കുകയാണ്. സംഗീതം പാടാനറിയില്ലെങ്കിലും സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളും ആസ്വാദകരുണ്ട്. നമ്മളൊരു കാറിൽ യാത്ര ചെയ്താൽ പോലും അതിനകത്ത് സംഗീതമയമാണ്. വിമാനത്തിൽ യാത്ര ചെയ്താലും, തീവണ്ടിയിൽ യാത്ര ചെയ്താലും, ഒരു ടാക്സി കാറിൽ യാത്ര ചെയ്താലും, ലോറിയിൽ യാത്ര ചെയ്താലും ഒക്കെ ഏതെങ്കിലും ഒരു ഗാനത്തിൻ്റെ അകമ്പടിയോടുകൂടി നമുക്ക് യാത്ര ചെയ്യാനാവും. അത് നമ്മുടെ ആ യാത്രയെ സന്തോഷപ്രദമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഈ അവസരത്തിലാണ് ഗ്രാമീണ ഗാനങ്ങൾ എന്ന പേര് ലഭിക്കുന്ന അജയ് വെള്ളരിപ്പണ യശോദ ശബ്ദതരംഗം, ആ പേരിന് തന്നെ എന്താ ആകർഷണീയത. യശോദ ശബ്ദതരംഗം. യശോദ എന്ന് പറയുന്നത് അജയ് വെള്ളരിപ്പണയുടെ അഭിവന്ധിയായ മാതാവാണ്. ആ മരണാനന്തര ചടങ്ങിൽ ഞാൻ പങ്കെടുത്തതാണ്. ആ ഒരു ഓർമ്മ വെച്ചാണ് യശോദ അമ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ അമ്മയുടെ പേര് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് അമ്മയുടെ നാമധേയം ടൈറ്റിൽ ആയി സ്വീകരിച്ചു, ശീർഷകമായി സ്വീകരിച്ചുകൊണ്ട് ഒരു പരിപാടി കൂടെ സമർപ്പിക്കുക എന്ന് പറയുന്നത് അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്ന അജയ് വെള്ളരിപ്പണയുടെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായി ആണ് നമ്മളെല്ലാം കാണിക്കുന്നത്. അമ്മയെ പുറംകാലി കൊണ്ട് ചവിട്ടി ദൂരേക്ക് തെറിപ്പിച്ച് കളയുന്ന, വയസ്സാവുമ്പോൾ അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി നടതള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അമ്മ എന്ന് പറയുന്ന പവിത്രമായ ആ പദത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട്
അമ്മയെ സ്നേഹിക്കുവാൻ മാത്രം അറിയുന്നു. പലപ്പോഴും അജയൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദൗർബല്യമാണ്. അതൊരു സ്നേഹത്തിൻ്റെ വഴിത്താണ് അമ്മയും മക്കളും എന്നൊക്കെ പറയും. ആ അമ്മയെ മനസ്സാൽ ധ്യാനിച്ചുകൊണ്ട് അജയ് വെള്ളരിപ്പണ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വന്നതിൻ്റെ രഹസ്യം. അതുകൊണ്ട് തന്നെയാണ് അജയ് ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കട്ടെ പറ്റുമെങ്കിൽ വരാം എന്ന് വിചാരിച്ചു. പക്ഷെ വൈകുന്നേരമായപ്പോൾ ഞാൻ ഇതെടുത്ത് എനിക്ക് അയച്ചു തന്നെ പോസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും അജയൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ വേദിയിലിരിക്കുന്ന ഈ ഗായക സംഘത്തിൻ്റെ ഒക്കെ എല്ലാവരുടെയും അമ്മയായി മനസ്സിൽ കരുതാൻ പാകത്തിലുള്ളതാണ് അപ്പം അത്രത്തോളം അമ്മയെ ഇഷ്ടപ്പെടുന്ന, അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഗ്രാമീണ ഗാനങ്ങൾ, ലളിതഗാനം, നാടൻ പാട്ട്, നാടൻ ഗാനങ്ങൾ ഇങ്ങനെ പലതുമുണ്ട്. പക്ഷെ ഗ്രാമീണ ഗാനങ്ങൾ എന്തൊരു പേര് കൊടുത്തുകൊണ്ട് ഒരു പരിപാടിയായി അമ്മയ്ക്ക് വേണ്ടി ഇത് സമർപ്പിക്കുമ്പോൾ നമ്മളെല്ലാം ഒന്ന് പങ്കുകൊള്ളേണ്ടതാണ്. പക്ഷേ ആഡിയൻസ് പോരാ. സാധാരണ അജയ് വെള്ളരിപ്പണ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതിനേക്കാളും ധാരാളം ആളുകൾ വരുന്നവരാണ്. അജയ് വെള്ളരിപ്പണയെ സ്നേഹിക്കുന്നവരും ഇവിടുത്തെ ഗാനങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ആളുകളൊക്കെ അത് കേൾക്കാൻ ഇവിടെ ധാരാളം ആളുകൾ കൂടുന്നതാണ്. ഇന്നെന്തോ പ്രത്യേക കാരണങ്ങൾ വല്ലതുണ്ടോ എന്നറിയില്ല. ഇന്ന് കുറവാണ്. സാരമില്ല, ഉള്ള ആളുകളെല്ലാം സ്ട്രോങ് ആണ്. ആളിൻ്റെ എണ്ണത്തിന് അർത്ഥമില്ല, എണ്ണം കൂടിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധാപൂർവമാണ് ഈ പരിപാടികൾ കേൾക്കാനും ഈ ഗാനങ്ങൾ ആസ്വദിക്കുവാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഗാനം, സംഗീതം ജീവിത ശൈലിയായി കൊണ്ട് നടത്തുന്ന ഒരു കൂട്ടം ഗായകരാണ്. എല്ലാവരുടെയും പാട്ടുകൾ പലപ്പോഴായി ഈ വേദിയിൽ തന്നെ ഞാൻ കേൾക്കും. ആരും മോശക്കാർ എല്ലാവരും അതിമനോഹരമായി ഗാനങ്ങൾ പാടുന്നവരാണ്. അവർക്കനുസരിച്ചുള്ള അവരുടെ കഴിവിനനുസരിച്ചുള്ള വേദികളോ പ്രോത്സാഹനമോ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. നേരത്തെ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, പേരും പ്രശസ്തിയുള്ളവരുടെ പുറകെ പോകാനാണ് പത്രക്കാരുൾപ്പെടെ ചാനലുകാരുൾപ്പെടെ ആഗ്രഹിക്കുന്നത്. അതുപോരാ, വളർന്നു വരുന്ന പ്രതിഭകളെ കണ്ടെത്തി അവരെ ഉന്നതങ്ങളിലേക്ക് നയിക്കുവാൻ ഇത്തരം പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും മനസ്സ് കാണിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അജയ് വെള്ളരിപ്പണയ്ക്ക് അദ്ദേഹത്തോടൊപ്പം സഹകരിക്കുന്ന മറ്റ് പ്രവർത്തകർക്കും ഇന്നിവിടെ പാടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന എല്ലാ ഗായകന്മാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സ്നേഹബഹുമാനമുള്ള വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇനി അങ്ങോട്ട് പ്രസംഗിക്കുന്നതെല്ലാം ഞാൻ എപ്പോഴും പറയും പോലെ ഒരു അധിക പ്രസംഗം തന്നെ ആയിപ്പോകും. പക്ഷേ എങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. അജയ് വെള്ളരിപ്പണ ഈ ഒരു സംഗീത കൂട്ടായ്മ തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുന്നു. ഇതിൻ്റെ ആദ്യ പ്രോഗ്രാം മുതൽ എനിക്ക് തോന്നുന്നു എല്ലാ പ്രോഗ്രാമുകളിലും ഏതെങ്കിലും രൂപത്തിലും ഏതെങ്കിലും ഭാവത്തിലും ഞാനിവിടെ സന്നിഹിതനാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം പലപ്പോഴും ഞാൻ അജയനോട് പറയും, അജയൻ എന്നെ ഒന്ന് ഒഴിവാക്കി പിടിക്കുക, മറ്റാരെങ്കിലുമൊക്കെ വയ്ക്കുക എന്ന് പറയുമ്പോഴും അജയൻ ആദ്യം ഓക്കെ സാറെന്ന് പറയും. അത് കഴിഞ്ഞ് പ്രോഗ്രാം ലിസ്റ്റ് ചെയ്യുമ്പോൾ അജയൻ എവിടെയെങ്കിലും എന്നെ വീണ്ടുവരും. അപ്പോൾ നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ അജയൻ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല. അജയൻ നമ്മോട് കാണിക്കുന്ന, നേരത്തെ നമ്മുടെ ഉദ്ഘാടകനും നമ്മുടെ അധ്യക്ഷനും ഒക്കെ പറഞ്ഞതുപോലെ നിഷ്കളങ്കമായ ഒരു സ്നേഹമുണ്ട്. അദ്ദേഹം നമ്മളോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഉള്ളിൽ തട്ടി തന്നെയായിരിക്കും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഉടമയായി സംഗീതത്തെ ഇത്രയധികം സ്നേഹിക്കുകയും സംഗീതത്തിൻ്റെ ഒപ്പം ജീവിക്കുകയൊക്കെ ചെയ്യുന്ന അജയ് വെള്ളരിപ്പണ വിളിക്കുമ്പോൾ നമുക്ക് വരാതിരിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. മറ്റൊന്നെന്ന് പറയുന്നത്, ഇന്ന് ലഹരിയുടെ ലോകം അല്ലേ, സിന്തറ്റിക് ഡ്രഗ്സും മറ്റ് ഡ്രഗ്സും ഒക്കെ പല രൂപത്തിലും പല ഭാവത്തിലുമൊക്കെ നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളെയൊക്കെ കാർന്നു തരികയാണ്. ഈ കുട്ടികൾക്കെല്ലാം സംഗീതം എന്ന ലഹരി അല്ലെങ്കിൽ കല എന്ന ലഹരി അവരിലേക്കൊക്കെ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു പുത്തൻ തലമുറ, അതായത് ഇന്ന് നമ്മൾ ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയെ കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം എന്താണെന്ന് പോലും തിരിച്ചറിയാതെ നമ്മൾ കറകളഞ്ഞ് അല്ലെങ്കിൽ നിഷ്കളങ്കമായി സ്നേഹിക്കേണ്ടവരെ പോലും കൊല്ലുന്ന ഒരു കാലഘട്ടം.
അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇത്തരം സംഗീത കൂട്ടായ്മകൾ ഇവിടെ ആസ്വാദകരായി പാട്ടുകാരായും ഒക്കെ തന്നെ പുത്തൻ തലമുറയെ കൂടെ ഉൾപ്പെടുത്തി അവരെ ഒരു സംഗീതത്തിൻ്റെ ലഹരിയിലൂടെ കൊണ്ടു നടന്ന് ഒരു പുത്തൻ തലമുറ വാർത്തെടുക്കാൻ അജയ് വെള്ളരിപ്പണയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഇന്ന് ഇവിടെ പാടുന്ന ഗായകരല്ല, പ്രസിദ്ധരായി വരുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ അജയുടെ പ്രോഗ്രാമിലൂടെ ഒത്തിരി പേര് വീണ്ടും ഉയർച്ചയിലേക്ക് വരുന്നുണ്ട്. അതിനെല്ലാം നിമിത്തമായ അജയ് വെള്ളരിപ്പണയ്ക്കും സംഘത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം പറയുമ്പോൾ ശ്രീ അജയ് വെള്ളരിപ്പണ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തോടൊപ്പം ഈ പ്രതിമാസ ഗാനസഭയിൽ ഇതുവരെ ഇന്നും സഹകരിച്ചു കൊണ്ടിരിക്കുന്നതിൽ 5 പേർക്ക് വിവിധ മേഖലകളിലെ കഴിവ് പരിഗണിച്ച് ശംഖമുദ്ര പുരസ്കാരം 2025 അർഹനായിട്ടുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ചെറിയ സമ്മാനം അവർക്ക് കൊടുക്കാനായിട്ട് കരുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മുതിർന്ന ഗായകൻ ശ്രീ ചന്ദ്രശേഖർ സാർ, ഏറ്റവും നല്ല ഗായകനുള്ള കലാസാഹിത്യ മികച്ച ഗായകനുള്ള അവാർഡ് ശ്രീ ചന്ദ്രശേഖർ സാർ. അതുപോലെ മറ്റൊരു മികച്ച ഗായകൻ കൂടി നമ്മോടൊപ്പം ഉണ്ട്, ശ്രീ അലോഷ്യസ് പെരേര. നിറഞ്ഞു നിൽക്കുന്ന എന്നും അഗതികൾക്ക് കൈത്താങ്ങായ നിലകൊള്ളുന്ന ശ്രീ അവാർഡ് കിട്ടിയിരിക്കുന്നത് സുലൈമാൻ സാറിനാണ്. സാറിനെ കുട്ടിക കൈയ്യടി കൊടുക്കാം, നല്ലൊരു കൈയ്യടി കൊടുക്കാം. വേദിയിലും സദസ്സിൽ വിളിക്കുന്ന എല്ലാ വിശിഷ്ടർക്കും നമസ്കാരം. ഞാൻ എന്നോട് വന്ന് ഒരു ആശംസ പറയാനാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അജയ് വെള്ളരിപ്പണയും എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അനിൽപ്പിച്ചു, ഇവരുടെ 2 പേരുടെ ഈ പരിപാടി നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. അജയുടെ സംഗീത സദസ്സിന് എൻ്റെ എല്ലാ ആശംസകളും, ശ്രീ അനിൽ പീറ്റർക്കും എൻ്റെ എല്ലാ ആശംസകളും നൽകുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിലെ പ്രിയപ്പെട്ട ഒരേ ഒരു സഹോദരി, മറ്റ് സഹോദരന്മാർ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. 2 സഹോദരിമാരുണ്ട്, നേരത്തെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിലിംഗ് നേരത്തെ എല്ലാവരും സംസാരിച്ചതുപോലെ തന്നെ ഗ്രാമീണ ഗാനങ്ങൾ, അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. കഴിഞ്ഞ മാസത്തെ പ്രോഗ്രാമിൻ്റെ പേര് സുരഭില ഗാനങ്ങൾ എന്നായിരുന്നു. അന്നേരവും ഞാൻ ആ ടൈറ്റിലിങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഇവിടെ സംസാരിച്ചിരുന്നു. കാരണം ഇന്നത്തെ എഴുത്തിലും വായനയിലും ഒക്കെ ഇത്തരം പദങ്ങൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മൊബൈൽ ലാംഗ്വേജാണ്. അതായത് പുളി, ബ്രോ, മച്ചു, അളി, ശോകം, തോൽവി ഒക്കെ കേട്ടാൽ തന്നെ നമുക്ക്, നമ്മളെപ്പോലെയുള്ളവർക്ക്, കാരണം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരുടെ ബഹുഭൂരിഭാഗത്തിലും എബോവ് 50 ഏജ് ആൾക്കാരാണ്. ഇപ്പം പുതിയ ഒരു പദം ഇറങ്ങിയിട്ടുണ്ട്, ജീവിതം അറിയുന്ന, അല്ലെങ്കിൽ ഒരായുസിൻ്റെ 70% കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്ന അച്ഛന്മാർക്ക് കൊടുക്കുന്ന പുതിയ പേര് തന്ത വൈബ്. അതിനെ പോസിറ്റീവ് അർത്ഥത്തിലാണോ ഇട്ടത്, നെഗറ്റീവ് അർത്ഥത്തിലാണോ എന്നെനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ പുതുതായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു വാക്കാണ് തന്ത വൈബ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അജയ് വെള്ളരിപ്പണയും അദ്ദേഹത്തിൻ്റെ ഗായക സുഹൃത്തുക്കൾ സുരഭില ഗാനങ്ങൾ, ഗ്രാമീണ ഗാനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഈ പ്രോഗ്രാം ടൈറ്റിൽസിലൂടെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് ആദ്യമേ തന്നെ അവരെല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. പിന്നെ എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ പാടുന്ന പലരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രശസ്തരുണ്ട്, അതിപ്രശസ്തരുണ്ട്, വളർന്നു വരുന്നവരുണ്ട്, കൊച്ചു ഗായകരുണ്ട്.
അപ്പോൾ അവരൊക്കെ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് ഈ അജയ് വെള്ളരിപ്പണയുടെ പ്രോഗ്രാമിലൂടെ പാടുന്നു, ഇവിടെ കുറച്ച് പേര് വന്ന് കേൾക്കുന്നു, നമ്മൾ കുറച്ച് ഗസ്റ്റുകൾ ഇവിടെ വരുന്നു, ആശംസ നടത്തുന്നു. ഈ മണ്ണരങ്ങിൻ്റെ മതിലിനകത്ത് ഒതുങ്ങി നിന്ന് പോകുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം അവരൊക്കെ കുറേ കൂടെ അടുത്ത സ്റ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് എത്തേണ്ടവരാണ്. ഇപ്പോൾ ചന്ദ്രശേഖരൻ സാർ 55 കൊല്ലമായി ഈ ഫീൽഡിൽ. ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ പാടാൻ അവസരം കിട്ടുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതുമാതിരി പോപ്പുലറായിട്ടുള്ള മേഖലകൾ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മളെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? സിനിമയിൽ പാടുക, അല്ലെങ്കിൽ ഒരുപാട് വേദികളിൽ പാടുക, അതും വലിയ വലിയ വേദികളിൽ പാടുക എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മിസ്റ്റർ അലൂഷ്യസ് പെരേര. എന്ത് ഗംഭീരമായിട്ടാണ് ഇപ്പോൾ കേരളം എന്നുള്ള പാട്ട് പാടിയത്. എനിക്ക് വളരെ നേരത്തെ അറിയാം. അപ്പോൾ അദ്ദേഹം വളരെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഭീമനർത്തകി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു പാട്ട് പാടുന്നത്. ഗംഭീര വരികൾ അല്ലെങ്കിൽ അർത്ഥവത്തായ വരികൾ ഉള്ളൊരു പാട്ടാണ്. അതിന് അദ്ദേഹത്തിന് അവാർഡൊക്കെ കിട്ടി. പക്ഷേ അദ്ദേഹത്തിനും ഒരുപാട് സിനിമ അവസരങ്ങൾ കിട്ടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോയാൽ അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഒരുപാട് പേര്, ഒരു കൊച്ചു ഗായകനുണ്ട് ആരോമൽ, വളരെ അസാധ്യമായിട്ട് പാടുന്ന ആളാണ്. അജയ് വെള്ളരിപ്പണ, ചന്ദ്രശേഖർ സാറ്, ശങ്കർജി, ഒരുപാട് പേര്, വളരെ സീനിയർ ആയിട്ടുള്ള മാഡം, പിന്നെ ഒരു നേരത്തെയൊക്കെ ജ്യോത്സ്ന എന്ന് പറഞ്ഞൊരു കലാകാരി പാടാൻ വരും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വോയിസും ആലാപന ശൈലിയും ഒക്കെയാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ പാടുന്ന ഒരുപാട് ആൾക്കാർ. അവരൊക്കെ ഇങ്ങനെ അടുത്തടുത്ത വലിയ സ്റ്റേജുകളിലേക്കും വലിയ സിനിമകളിലേക്കും ഒക്കെ പോകണം. അതിനും കൂടി നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, കൂടുതൽ ആൾക്കാരെ ആകർഷിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും സെറ്റപ്പ് കൂടെ നമ്മൾ ചെയ്യണം. കാരണം ശക്തിമത്തായ വേദിയും സൃഷ്ടിച്ച സദസ്സുമായിട്ടാണ് മിക്കപ്പോഴും. കാരണം അവിടുന്ന് ഗസ്റ്റുകളെല്ലാവരും സദസ്സിൽ നിന്ന് വേദി വരുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ജഗതി ചേട്ടൻ്റെ ഇതാണ് ഒഴിഞ്ഞ കസേരകളെ നോക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പോഴാണ് കുറച്ചാൾ നിറഞ്ഞു വന്നത്. അപ്പോൾ അതൊക്കെ മാറണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ, കാരണം ഇതിന് ഒരു മെനക്കേടുണ്ട്, ഇതിന് സാമ്പത്തിക ചെലവുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നോവേറ്റീവായിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി അടുത്ത സ്റ്റേജിലേക്ക് പോകാനും ഈ ചെയ്യുന്ന കർമ്മം കൂടുതൽ ആളുകളിലേക്ക് എത്താനും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാനും ഉതകുന്ന തരത്തിൽ നമുക്ക് എന്തെങ്കിലും, അത് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചാൽ മതി. ഇത്രയും പേരിരിക്കുകയല്ലേ, അതിനും കൂടി എന്തെങ്കിലും ഒരു സംഭവം കണ്ടെത്തണം. അതിന് ഒന്ന് ശ്രമിക്കണം. അജയ് വെള്ളരിപ്പണയും അദ്ദേഹത്തിൻ്റെ ഗായക സുഹൃത്തുക്കളും ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇതിപ്പോൾ ഒരു വലിയൊരു കുടുംബം പോലെയാണ്. അപ്പോൾ അത് ചെയ്യണം. അല്ലാതെ ഇതിന് കാശ് മുടക്കുന്നു, ഇതിൻ്റെ ഒരു മെനക്കേടുണ്ട്, ആൾക്കാരെ ക്ഷണിക്കുന്നു, കുറേ സ്ഥിരം ആൾക്കാർ വരുന്നു, അതുപോലെ ഈ പ്രോഗ്രാം കാണാൻ അനന്തപുരിയിൽ ഒരു വലിയ ജനാവലി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഇവിടെ ഇരുന്ന് പാടുന്നവർക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇപ്പോൾ വളരെ സീനിയറായിട്ടുള്ള ഗായികയാണ്, ഞാൻ പേര് മറന്നു, വളരെ എൻ്റെ കൊച്ചുനാൾ മുതൽ ഞാൻ രാധിക മാഡം. എന്ത് വാക്കുകളില്ല ആ ഗായികയെ വിശേഷിപ്പിക്കാൻ. കാരണം എത്രയോ വർഷമായിട്ട് ഞാൻ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഗായികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഗായിക, ചന്ദ്രശേഖർ സാറിനെ പോലെയൊക്കെ ഒരു ഗായിക പാടുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ വന്നാൽ പോരാ. ഇവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടാത്ത വിധത്തിൽ ഒരു വലിയ ജനാവലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും അങ്ങനെ തിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. ഈ പ്രോഗ്രാം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അതിനും കൂടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഇന്നോവേറ്റീവായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. എല്ലാവരുടെയും ബ്രെയിൻ കൂട്ടായിട്ട് ഇതിനു വേണ്ടി വിനിയോഗിക്കണം. എന്തായാലും ഇവിടെ ഇപ്പോൾ ശംഖുമുദ്ര അവാർഡ് നേടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം കാണാൻ പല ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള എല്ലാ ആസ്വാദകർക്കും എല്ലാ നന്മകളും ജഗദീശൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ നന്മകളും. താങ്ക് യു. അനുഗ്രഹീത കലാകാരന്മാരെ കൊണ്ട് നിറഞ്ഞ ഈ സദസ്സിലിരിക്കുന്ന മഹത് വ്യക്തികളെ, നമ്മുടെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ,
ഗ്രാമീണ ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലമാണ് ഞാൻ ഓർത്തു പോകുന്നത്. വിഷു എടുക്കുമ്പോഴുള്ള കൊയ്ത്ത്, കറ്റമെരിക്കലും, അതിൽ കൂടി ആ ജോലികൾ ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും പാടുന്ന താഴ്ത്തിക്കൊയ്യടി തളർത്തിക്കൊയ്യടി എന്നുള്ള ആ താളവട്ടത്തോടു കൂടിയുള്ള പാട്ടുകൾ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണെങ്കിലും നമുക്ക് മറക്കാനാവാത്ത ആ ഏടുകൾ, ആ വാക്കുകൾ ഒരിക്കൽ പോലും എനിക്ക് മറന്നു പോകാറില്ല. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാനത് കേട്ടതാണ്. പക്ഷേ ആ പാട്ടുകൾക്ക് എന്തർത്ഥമുണ്ടായിരുന്നു എന്നറിയില്ലായിരുന്നു. എങ്കിലും അതിൻ്റെ ഒപ്പം ഓലപ്പീപ്പി വെച്ചും തകരപ്പാട്ട് വെച്ചും താളം പഠിക്കുന്ന ചെറിയ കുട്ടികൾ, അവിടെയും സംഗീതത്തിൻ്റെ മാസ്മരികത അതിൽ മനസ്സിലാക്കിയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം നിന്നു എന്ന് തന്നെ പറയാം. ഇപ്പം എൻ്റെ ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മെഷീനിൽ കൂടെ ഉള്ള ശബ്ദങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ. കറ്റ ഇറക്കുമ്പോഴും നെല്ല് കൊയ്യുമ്പോഴും എല്ലാം നിലങ്ങൾ തന്നെ കാണാനുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരു ഗ്രാമം ആയി മാറിക്കഴിഞ്ഞു. അവിടെ ഇപ്പോൾ ഗ്രാമീണ ഗാനങ്ങളില്ല, ഗ്രാമം തന്നെ ഇല്ല, അതെല്ലാം ടൗണായി മാറിക്കഴിഞ്ഞു. പക്ഷെ ഇന്നും ഗ്രാമീണ ഗാനങ്ങളെ സ്നേഹിക്കുന്ന പലരും ഉണ്ട്. അതുകൊണ്ടാണ് അജയ് വെള്ളരിപ്പണയം എന്ന ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു പേര് കൊടുത്തുകൊണ്ട് ഒരു സായാഹ്നം നമുക്ക് വേണ്ടി തരാൻ ഉദ്ദേശിച്ചത്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം പാട്ട് കേൾക്കാനായിട്ട് ഇരിക്കുന്നവരും പാടാനിരിക്കുന്നവരും ഇരുന്ന് മുഷിയണ്ട എന്ന് കരുതുന്നു. അജയ് വെള്ളരിപ്പണയുടെ ഈ സംരംഭം വളരെ ഭംഗിയോടെ നീളാൻ വാഴട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. അജയ് വെള്ളിപ്പുരയ്ക്കും സംഘത്തിനും എല്ലാവിധ ആശംസകളും. ഗ്രാമീണ ഗാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മലയാളത്തിൽ ഇഷ്ടംപോലെ ഗ്രാമീണ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വയലാറും പി ഭാസ്കരനും ONV ശ്രീകുമാരൻ തമ്മിയൊക്കെ നിരവധി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമീണ ഗാനങ്ങളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ടൊരു ഗാനം മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടാണ്. അതിന് ഒത്തിരി പ്രത്യേകതയുള്ള ഒരു ഗാനമാണ്. അതിൻ്റെ രചയിതാവ് ശ്രീ വയലാർ രാമവർമ്മയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഇതുവരെ ആരും എഴുതിയിട്ടില്ലാത്ത ഹൂ ഹൂ എന്ന വാക്ക് ഉപയോഗിച്ച് പാട്ട് എഴുതിയിട്ടുള്ളത്. 1972 പുറത്തിറങ്ങിയ ഗന്ധർവ ക്ഷേത്രം എന്ന സിനിമയിലൂടെയാണ് ആ ഗാനം പുറത്തുവരുന്നത്. അതിൻ്റെ വരികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹൂ ഹൂ കുയിലുകൾ പാടും ഗ്രാമം, കുറുമൊഴി മുല്ലകൾ കുമ്മിയടിക്കും ഗ്രാമം, കുളിച്ച് തൊഴുതു വരുവാൻ ഉള്ളൊരു ഗ്രാമം, ഞാനിവിടെ ജനിച്ചവളോ ഞാനിവിടെ വളർന്നവളോ. ഈ ഗ്രാമത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി വയലാറിന് മാത്രമേ രചിക്കാൻ പറ്റൂ. അതേപടി തന്നെ ഗാനത്തിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിലെ ചിങ്ങം കന്നി മുതൽ കർക്കിടകം വരെയുള്ള വാക്കുകൾ അദ്ദേഹം മനോഹരമായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. തിങ്കളും കതിര് പൂച്ചൂടി ശ്രീഭഗവതി നൃത്തം വയ്ക്കും ചിങ്ങത്തിൽ ഞങ്ങൾക്ക് തിരുവോണം, കന്നിയിൽ ഞങ്ങളുടെ നിറയും പുത്തരി, തുലാത്തിൽ ഞങ്ങളുടെ മഴവിൽ കാവടി, പൊന്നും വൃശ്ചിക മാസത്തിൽ താലപ്പൊലി, അവിടെ ധനുമാസത്തിൽ തിരുവാതിര നാൾ തുടിച്ചുകൂടി, കുമ്പിളിൽ കുളിരും കൊണ്ട് ഭൂമകരം വന്നും മടങ്ങും, കുംഭത്തിൽ ഞങ്ങൾക്ക് ശിവരാത്രി, ചിങ്ങത്തിൽ ഞങ്ങളുടെ കാവിൽ ഭരണി, മേടത്തിൽ ഞങ്ങളുടെ കൊന്നപ്പൂക്കണി, ഇടവം മിഥുനം കർക്കടകം വർഷമേളം, അവിടെ കുളിരും തേനും പാലൊഴുക്കും ഞാറ്റുവേല. ഇത് വയലാറിനല്ലാതെ മറ്റാർക്ക് രചിക്കാൻ പറ്റും. അദ്ദേഹം ഇവിടെ നിന്ന് എഴുതിയ ഈ മനോഹര തീരത്ത് ഇനിയും കടന്നുപോയ വയലാറിനെ ഓർമ്മിച്ചുകൊണ്ട് ഈ ഗ്രാമീണ ഗാനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. 1.5 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞു. നിങ്ങളും ഞാനും വെയിറ്റ് ചെയ്യാൻ. ഞാൻ ഏറ്റവും അവസാനം വരും. കാരണം എന്താണെന്നറിയോ, 40 വർഷം ഞാനിവിടെ ഇല്ലായിരുന്ന നടന്നു. അപ്പം എനിക്ക് നിങ്ങളോടൊപ്പം വളരാൻ കഴിയില്ല. ഞാൻ നാട്ടിലെ ബ്രിട്ടീഷുകാരോട് ഒപ്പം വർക്ക് ചെയ്തതാണ്. അന്ന് ഞാനായിരുന്നു ഒന്നാമനായി നിന്നത്. എന്നെ ഇപ്പം ലാസ്റ്റിലാണ് ഇവിടെ വിളിച്ചത്. കാരണം ഞാൻ അവസാനമാണ്. എന്നെ ആരും അറിയില്ല. അറിയുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ട്. അന്ന് മുതലേ ഗാനങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഫ്ലൂട്ട് എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലൂട്ട് വായിക്കുമായിരുന്നു. ഹാർമോണിയം ഞാൻ വായിക്കുമായിരുന്നു.
പക്ഷേ അതൊന്നും നാട്ടുകാരും അറിയില്ല. ഞാൻ നാടകം അഭിനയിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ വീട്ടിൽ രാത്രി താമസിച്ചു ചേരുന്നതിന് എന്നെ ശകാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നാടകത്തിന് പോകുമായിരുന്നു, അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റേജുകൾ ഇതുപോലെ അന്ന് ഇത്രയും പക്വമായ സ്റ്റേജുകളൊന്നുമില്ല. നാട്ടിൽ സാധാരണക്കാരൻ്റെ നാട്ടിൽ അന്ന് സ്റ്റേജ് സ്വന്തമായിട്ട് കെട്ടി വേണം നടത്തേണ്ടത്. അതിന് പണം പിരിക്കാൻ പോകണമായിരുന്നു. അതിനൊക്കെ ഞാൻ മുമ്പേ നിന്നിട്ടുണ്ട്. പക്ഷേ 10-40 വർഷം പുറത്തു പോയപ്പോൾ ഇതെല്ലാം മറന്നുപോയി. ഇന്ന് അറ്റ്ലീസ്റ്റ് വെള്ളരിപ്പുഴയും പോലുള്ള അതുപോലെ ബാദുഷയെ പോലുള്ളവർ ഞങ്ങളെ ക്ഷണിച്ച് സ്റ്റേജിൽ കൊണ്ടുവരുന്നതിന് ഞങ്ങൾ വളരെ താങ്ക്ഫുള്ളാണ്. എനിവേ, എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ യശോദ ശബ്ദതരംഗം എന്ന മ്യൂസിക് സിസ്റ്റം അത് ചെറുതാണെങ്കിലും അത് വലുതായി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗാനം ഗ്രാമീണ ഗാനങ്ങളാണ്. ഏതൊക്കെയാണ് പാടുന്നതെന്ന് അറിഞ്ഞില്ല. പക്ഷേ നമ്മുടെ വിനയചന്ദ്രൻ്റെ ഗാനം ഹിന്ദി അതൊരു മലയാളിയാണ് പാടിയതെന്ന് തോന്നുന്നില്ല. അത്രത്തോളം മനോഹരമായി അദ്ദേഹം പാടി. അതിന് ഞാൻ പ്രത്യേകം ആശംസകൾ അർപ്പിക്കുന്നു. സമയം താമസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി വരട്ടെ. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഗുരുതുല്യരായിട്ടുള്ള വേദിയിലിരിക്കുന്നവർക്ക്, പിന്നെ സദസ്സിലുള്ള എല്ലാവരും പാട്ട് കേൾക്കാൻ നിർമ്മിക്കുന്നത് ഗ്രാമീണ ഗാനങ്ങൾ. എന്തായാലും അജയ് വെള്ളരിപ്പണച്ചേട്ടൻ്റെ ജൈത്രയാത്ര 1 വർഷമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അമ്മയുടെ പേരിൽ തുടങ്ങിയ യശോദര ശബ്ദതരംഗം എന്ന് പറയുന്ന ഒരു മ്യൂസിക്, അത് നമുക്ക് ഹൈ വോൾട്ട്, എന്തായാലും ഒരുപാട് ബോക്സുകളുടെ ആ ഒരു പവർ തന്നെയാണ് ഇതിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ചന്ദ്രേട്ടനെ പോലെ തന്നെ അലോഷ്യസ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു. ഒരുപാട് സന്തോഷം. രാധിക ചേച്ചി, അവരോടൊപ്പം പാടാൻ സാധിക്കുന്നത് തന്നെ ഒരു ദൈവാധീനമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും അജയ് ചേട്ടൻ്റെ കൂടെ പാടുന്ന എല്ലാം നന്ദി നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ആദ്യമായി ഈശ്വരന് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഓരോരുത്തരെയും കുടുംബത്തെ ഈശ്വരൻ എന്നും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു.